Hello, welcome to PEPNet. UGC നെറ്റ് എക്സാമിനേഷൻ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പേപ്പർ 1 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. പേപ്പർ 1 ഹയർ എഡ്യൂക്കേഷൻ സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. UGC നെറ്റ് എക്സാമിനേഷൻ ജൂണിൽ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെപ്നെറ്റിന്റെ ഭാഗമാവുന്നതാണ്. കഴിഞ്ഞ ഒരുപാട് വർഷക്കാലത്തെ എക്സ്പീരിയൻസിന് ശേഷം നമ്മൾ പേപ്പർ 1 ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 16 മുതൽ പെരുന്നാളും വിഷുവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ 16 മുതൽ 10 days ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. അതായത് നിങ്ങൾക്ക് 10 ദിവസം 10 days നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓൺലൈൻ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യുകയും പേപ്പർ 1മായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. എങ്ങനെയാണ് പേപ്പർ 1 കൈകാര്യം ചെയ്യേണ്ടത്, പേപ്പർ 1 വരുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, പേപ്പർ 1 നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ തുടങ്ങിയിട്ടൊക്കെയുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു 10 days ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. കൂടുതൽ വിശദാംശങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. Prime Minister Research Fellowship is for students pursuing PhD program, state and central universities. Second option, central universities, IASC, IITs, NITs, ISERS and IIITs. IASC, IITs, NITs, ISERS, IIITs, state and central universities. Fourth one, IITs and IASC. ഇത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയാം. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത് നേരത്തെ പറഞ്ഞു. IASC എന്നുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്, IIT എന്നുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്, NIT എന്നുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്, ISER എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആണ്, IIIT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളിലേക്കുള്ളതാണോ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ളതാണോ പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ്? ഈ പറയുന്ന PhD പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ ഈ ഫെലോഷിപ്പ് ആർക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, ഏതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. IIT-യിലേക്കും അതുപോലെ തന്നെ IASC-യിലേക്കും എന്നതാണ് ഉത്തരം. അതായത് IIT-യിലേക്കും IASC-യിലേക്കും നിങ്ങൾക്ക് PhD പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് സ്കീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. ആ ഫെലോഷിപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അവൈൽ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് among the Institute of Agricultural Research? ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ റിസർച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. സെക്കൻഡ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, സെൻട്രൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യൻ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൽ ഓപ്ഷൻ A, B, C and D, ഓപ്ഷൻ B, A, B and D, ഓപ്ഷൻ C, A and B only, ഓപ്ഷൻ D, A and C only എന്നതാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് ടെക്നോളജി, സെൻട്രൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യൻ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിൽ 4 ഏതെല്ലാമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന, അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓപ്ഷൻ വരുന്നത് A, B, C and D, 4 അതിൽ വരുന്നതാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് നമുക്കറിയാം, ഐക്കർ എന്നുള്ള പേരിൽ നമുക്കറിയാം. +2 ഒക്കെ കഴിഞ്ഞ ശേഷം കുട്ടികൾ സാധാരണ ഐക്കർ എക്സാമിനേഷൻ എഴുതാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് CUET അണ്ടറിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി വരുന്നുണ്ട്. മൂന്നാമത് സെൻട്രൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. നാലാമത്തത് ഇന്ത്യൻ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പറയുന്ന പോലെ ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് വരുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യെസ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? An institution in the field of higher education seeking deemed to be university status must have been in existence for at least 10 years. Statement 2 എന്താണ്? A deemed to be university must have at least 5 postgraduate department. ഇത് രണ്ടും എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന 4 ഓപ്ഷൻസ്. ഒന്ന്, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഇങ്ങനെ 4 ഓപ്ഷൻ വരുന്നുണ്ട്.
ഈ പറയുന്ന സ്വഭാവത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണെന്നുള്ളതാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്. അതായത് 10 വർഷം ആവണമെന്നില്ല. ഇതിൽ പറയുന്ന സാധനം എന്ന് വെച്ചാൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 10 വർഷം ആവണമെന്നാണ് പറയുന്നത്. ഇത് നിർബന്ധമില്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് ആവുന്നതോടുകൂടി ഈ പറയുന്ന പോലെ ഈ നാലാമത്തെ ഓപ്ഷൻ വരുമ്പം പക്ഷെ മിനിമം 5 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണം. 10 വർഷം ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ മിനിമം 5 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഓർ എ ക്ലസ്റ്റർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതർ ദാൻ ആൻ യൂണിവേഴ്സിറ്റി. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റി അല്ലാതെ ഒരു ക്ലസ്റ്റർ ആയിട്ട് വരുന്ന സംഗതികളിൽ in work of high standard in a specific area can declare as an institution to be deemed university under section 3 UGC Act by the central government and the advice of UGC. അതായത് ഒരു സ്പെസിഫിക് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അല്ലാത്ത ഒരു ക്ലസ്റ്റർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാം. അണ്ടർ ദ UGC ആക്ട് 1956 ആക്ട് പ്രകാരം UGC ആക്കണം എന്നതാണ്. ഇന്ത്യയിൽ 123 ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അസീം പ്രേംജി യൂണിവേഴ്സിറ്റി ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെയുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലാണെന്നൊക്കെയാണെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇങ്ങനെ പല കാറ്റഗറിയിൽ വരുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അപ്പോൾ എന്താണ് അവരുടെ ഒരു ക്രൈറ്റീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ 3 years in a row, അതായത് ഒരു 3 വർഷം തുടർച്ചയായിട്ട്, അതായത് ബാച്ച് 1, ബാച്ച് 2, ബാച്ച് 3 എന്നുള്ള സ്വഭാവത്തിൽ ഷുഡ് അവാർഡ് 5 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രീസ് ഇൻ അഡീഷൻ ടു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രീസ്. അതായത് UG കോഴ്സുകൾക്ക് പുറമെ 5 PG കോഴ്സുകൾ ഇൻ എ റോ ഓഫ് 3 years, 3 വർഷം തുടർച്ചയായിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ 1 വർഷം കൊടുത്തു, ആ കൊടുത്തതിന് ശേഷം പിന്നെ കിട്ടിയില്ല, പിന്നെ PG ഇല്ല, അങ്ങനെയുള്ള നമ്മളെല്ലാം 3 വർഷം തുടർച്ചയായിട്ട് 5 പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് എങ്കിലും കൊടുക്കണം അലോങ് വിത്ത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് എന്നതാണ് എൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇന്ത്യ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ജാമിയ ഹംദർദ്, IFT, ബിറ്റ്സ്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, മാഹി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ റിസർച്ച്, ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റി, ബിറ്റ്സ് പിലാനി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഇതെല്ലാം എന്താണ് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്, ഡീംഡ് സ്റ്റാറ്റസിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇവർക്കൊക്കെ എന്തുണ്ട്, 5ലധികം പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഉണ്ട്. അതെല്ലാം 3 വർഷത്തെ റോൾ എന്താണ് ഇത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അഡീഷണൽ ടു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സസ്, അഡീഷണൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സസിന് കൂടെ തന്നെ കൊടുക്കുന്നതാണ് എന്നതാണ്. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നില്ല. അപ്പം UGCയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഡീംഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ക്രൈറ്റീരിയയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. MHRD scheme Vidwan is aimed at creating a database and national research network, making available resources, promoting entrepreneurship എന്നുള്ളതാണ്. അപ്പോൾ വിദ്വാൻ എന്ന് പറഞ്ഞ സാധനം, അപ്പോൾ എൻ്റെ ആൻസർ ആണ് വരുന്നത് ക്രിയേറ്റിംഗ് എ ഡാറ്റാബേസ് ആൻഡ് നാഷണൽ റിസർച്ച് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെ തന്നെയുള്ള സയന്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, ഈ പറയുന്ന പോലെ റിസർച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന ഒരു ലീഡിംഗ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതുപോലെ തന്നെ R&D ഓർഗനൈസേഷൻസിലും ടീച്ചിങ് ആൻഡ് റിസർച്ചിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം കൂടി ഏകോപിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് വിദ്വാൻ എന്നുള്ള സ്കീം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സാധനം വെച്ചാൽ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ഒരുപാട് സ്കീമുകളുണ്ട്. ആ സ്കീമുകളെ കുറിച്ചൊക്കെ നമ്മൾ UGC നെറ്റ് എക്സാമിനേഷൻ കൃത്യമായിട്ട് നോക്കി വെക്കേണ്ടതാണ് എന്നതാണ്. എന്താണ് എക്സ്പേർട്സ് ബാക്ക്ഗ്രൗണ്ട്, എക്സ്പേർട്സിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതിലുണ്ടാവും. അതുപോലെ തന്നെ കോൺടാക്ട് അഡ്രസ്സസ് ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സയന്റിസ്റ്റിന്റെ കീഴിൽ PhD ഒക്കെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആ സയന്റിസ്റ്റിന് കീഴിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് PhD ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും, ഇമെയിൽ ID ഡീറ്റെയിൽസ് ഒക്കെ. അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, സ്കോളർലി പബ്ലിക്കേഷൻസ്, അവർ ഏതൊക്കെ ജേർണൽസിൽ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടൊക്കെയുള്ള വിശദാംശങ്ങളിൽ കൊടുത്തിട്ടുണ്ടാവും. സ്കിൽസ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. റിസർച്ചേഴ്സ് ഐഡന്റിറ്റി തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. സോ ദ ഡാറ്റാബേസ് ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റെയിൻ ബൈ ഇൻഫർമേഷൻ ലൈബ്രറി നെറ്റ്വർക്ക് സെന്റർ ഇൻഫ്ലിബ്നെറ്റ്. ഇതിനെക്കുറിച്ചും ഒരുപക്ഷെ ചോദ്യത്തിൽ ചോദിക്കാറുണ്ടായിരുന്നു. ഇൻഫ്ലിബ്നെറ്റ് വിത്ത് എന്താണ് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT എന്ന് പറഞ്ഞിട്ടുള്ള NMEICTയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൂടി ഇൻഫ്ലിബ്നെറ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിദ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രീമിയർ ഡാറ്റാബേസ് ഓഫ്
ഓഫ് സയന്റിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സ് എന്നുള്ള സംഗതി രൂപീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി അവർ എന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഈ നാഷണൽ റിസർച്ച് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഈ സംഗതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാഷണൽ റിസർച്ച് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന വിവിധ കമ്മിറ്റികൾ ഉണ്ടാകുന്ന സമയത്ത്, അപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ കീഴിൽ വരുന്ന വിവിധ കമ്മിറ്റികൾ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കമ്മിറ്റികളും കമ്മീഷൻസും ഒക്കെ നിയോഗിക്കാറുണ്ട്. അത്തരം കമ്മിറ്റികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന ലിസ്റ്റിൽ നിന്നുള്ള പാനൽസ് ഓഫ് എക്സ്പേർട്ടിനാണ് എന്ത് ചെയ്യുന്നത്? അവർ യൂസ് ചെയ്യുന്നത് വേരിയസ് കമ്മിറ്റീസ് ഫോർ ടാസ്ക് ഫോഴ്സ്. അതുപോലെ തന്നെ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പല സ്വഭാവത്തിലുള്ള ഈ കമ്മീഷനും കമ്മിറ്റികൾക്കൊക്കെ അവരുടെ ഇവാലുവേഷനും അതിൻ്റെ പ്രോഗ്രസിൻ്റെ അനാലിസിസിനും ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ പറയുന്ന സ്വഭാവത്തിലുള്ള എക്സ്പേർട്ടുകളെ ആയിരിക്കും എന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ UGC നെറ്റ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷന് സഹായിക്കുന്ന സ്വഭാവത്തിൽ പെപ്പ് ലേണിംഗ് നിങ്ങൾക്ക് ഈ വരുന്ന 20-ാം തീയതി വരെ നിങ്ങൾക്ക് പെപ്പ് ലേണിംഗ് ആപ്പ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാം. അതിൽ നിങ്ങൾക്ക് നേരത്തെ ഓൾ ഇന്ത്യ മോക്ക് എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ട്, ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും, 10 days ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് ഉണ്ട്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, ഫ്രീ ആപ്പ് ആക്സസ് നിങ്ങൾക്ക് കിട്ടും. അതിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം, റെക്കോർഡ് വീഡിയോസ് അതിൽ അവൈലബിൾ ആയിരിക്കും, ലൈവ് സെഷൻസ് പിന്നീട് ഉണ്ടായിരിക്കും, അതേപോലെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ മൂഡിലേക്ക് വരാൻ നിങ്ങളെ സഹായിക്കുന്ന സ്വഭാവത്തിൽ ആപ്പ് ഇപ്പോൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് 20-ാം തീയതി വരെ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. എക്സ്പീരിയൻസ് അവർ ആപ്ലിക്കേഷൻ ആപ്പ് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാവണമെങ്കിൽ ഭാഗമാവുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോകാം, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോകാം. പെപ്പ് ലേണിംഗ് ആപ്പ് എന്നുള്ളത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും വെച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ആക്സസ് തരുന്നതായിരിക്കും. നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ആക്സസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. യെസ്. 5-ാമത്തെ ചോദ്യം, കോത്താരി കമ്മീഷൻ ഹാഡ് റെക്കമെൻഡഡ് എ certain percentage of national income to be invested in education. What was that percentage? 10%, 8%, 6%, 5%. കോത്താരി കമ്മീഷൻ പറയുന്നു 6% ആണ്. അപ്പോൾ കോത്താരി കമ്മീഷൻ എന്താണ്? കോത്താരി കമ്മീഷൻ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കോത്താരി കമ്മീഷൻ, ഇപ്പം ഇന്ത്യയിൽ ഒരുപാട് കമ്മീഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ കമ്മീഷനൊക്കെ ചിലപ്പം ഒന്നെങ്കിൽ അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കാം, അതല്ലെങ്കിൽ ഒരു കമ്മീഷനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം, ഒരു കമ്മീഷൻ്റെ ഇയർ ചോദിക്കാം, ആ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് ചോദിക്കാം. ആ റെക്കമെൻഡേഷനിലെ മനസ്സുകൊണ്ട് ഈ പറയുന്ന സ്വഭാവത്തിൽ എങ്ങനെ ചോദിക്കാം? അതിൻ്റെ ഓർഡർ എന്താണ്? മാച്ച് ദി ഫോളോയിങ് എന്നുള്ള സ്വഭാവത്തിൽ ചോദിക്കാം. ഏത് രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. എഡ്യൂക്കേഷൻ കമ്മീഷനാണ് 1964 to 1966 ആണ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തത്. എന്താ നിലവിലുള്ള അന്നേരത്തെയുള്ള 1964 എന്ന ഇന്ത്യയുടെ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇറയാണ്. നമുക്കറിയാം ആ സമയത്ത് എഡ്യൂക്കേഷൻ റിവാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനെ വെച്ചതായിരുന്നു. കമ്മീഷൻ 1966 1966 എന്ത് ചെയ്തു? കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നീട് എന്തായി? പിന്നീട് ഈ പറയുന്ന ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നിലവിലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഒരുപാട് റെക്കമെൻഡേഷൻസ് കോത്താരി കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ കോത്താരി കമ്മീഷന്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. എന്താണ്? കമ്മീഷൻ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ അപ് ടു സർട്ടൻ ഏജ്, 14 വയസ്സ് വരെ എന്നുള്ളതാണ് ഇനീഷ്യൽ സജസ്റ്റ് ചെയ്തത്. ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും എൻഷുർ ചെയ്യുക എന്നുള്ള പ്രപ്പോസലാണ് പ്രധാനമായിട്ടും വെച്ചിട്ടുള്ളത്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നതാണ്. യൂണിവേഴ്സൽ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി എല്ലാവർക്കും കിട്ടുക എന്നുള്ളതാണ്. എല്ലാവർക്കും ആക്സസ് ടു എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ പ്രത്യേകിച്ചും 14 വയസ്സ് വരെ നിങ്ങൾക്ക് ഇനീഷ്യൽ സർട്ടൻ ഏജിൽ വരെ നിങ്ങൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫ്രീ, ഓൾസോ എഡ്യൂക്കേഷൻ ഷുഡ് ബി കമ്പൽസറി എന്നുള്ള സ്വഭാവത്തിലുള്ള സംഗതിയാണ് എന്നുള്ളതാണ്. 2, ഈക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. എഡ്യൂക്കേഷൻ കിട്ടുക എന്നതോടൊപ്പം തന്നെ അതിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഈക്വൽ ആവുക എന്നുള്ളതാണ്. ഈ എഡ്യൂക്കേഷനിലുള്ള റെഡ്യൂസ് ഡിസ്പാരിറ്റീസ് ഇൻ എഡ്യൂക്കേഷണൽ ആക്സസ് ആൻഡ് ക്വാളിറ്റി ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ ഏരിയ. ഒരാൾ അർബൻ ഏരിയയിൽ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ഈ പറയുന്ന പോലെ കൂടുതൽ ആക്സസ് കിട്ടുകയും ഒരാൾ റൂറൽ ഏരിയയിൽ
ആയിപ്പോയി എന്നുള്ളതുകൊണ്ട് അതിന് ആക്സസ് കിട്ടാതാവുകയും ഓപ്പർച്യൂണിറ്റി ഇല്ലാതാവുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഈ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പുകളുടെ ഡിഫറൻസിന് അതീതമായിട്ട് കൂടുതൽ ഈക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് വേണമെന്ന് കോത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ഇന്റഗ്രേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നതാണ്. കമ്മീഷൻ എന്താണ് പ്രപ്പോസ് ചെയ്തത്? വേരിയസ് സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ടു യൂണിഫൈഡ് സിസ്റ്റം ടു എൻഷുവർ കണ്ടിന്യൂറ്റി ആൻഡ് കോഹേഴ്സൻസ് എന്നതാണ്. അതായത് നമ്മൾ പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിലേക്കും സെക്കൻഡറിയിൽ നിന്നും ഹയർ സെക്കൻഡറിയിലേക്കും അങ്ങനെ പോകുന്ന സമയത്ത് അതിലൊരു കൊഹേഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും എന്ത് വേണം? അതിനൊരു ഇന്റഗ്രേഷൻ വേണം എന്നുള്ള സംഗതി കൂടി മൂന്നാമത്തെ റെക്കമെൻഡേഷൻ ആയിട്ട് കോത്താരി കമ്മീഷൻ വരുന്നുണ്ട്. നാലാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനമാണ്. അതായത് നമ്മൾ ഈ പറയുന്ന എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നതാണ് ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ബോത്ത് അഡ്മിനിസ്ട്രേഷൻ ഇൻ സെൻട്രൽ ലെവൽ ഓൾസോ ഇൻ സ്റ്റേറ്റ് ലെവൽ അതിനാവശ്യമായിട്ടുള്ള സംഗതികൾ വേണം. എൻഷുർ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ പോളിസി ആൻഡ് പ്രോഗ്രാം. അതായത് നമ്മൾ എഡ്യൂക്കേഷണൽ പോളിസീസ് ഉണ്ടാക്കും, ആ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുകയും അത് എൻഷുർ ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയ നിർണ്ണയിക്കുകയും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെയാണ് ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പ്ലാനിംഗ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വരുന്നത്. അങ്ങനെയാണ് അതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ്. ഇന്ത്യയിൽ ഒരുപാട് ഭാഷയുണ്ട്. ഇന്ത്യ ഭാഷ എന്ന് പറയുന്നത് വൈഡ് വെറൈറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ലാംഗ്വേജസ് ആർ ദെയർ ഇൻ ഇന്ത്യ. അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള സ്വഭാവത്തിലാണ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോട്ടിംഗ് ആൻഡ് പ്രിസർവിംഗ് ഇന്ത്യൻ ലാംഗ്വേജസ് ആൻഡ് റെക്കമെൻഡഡ് മെഷറിംഗ് ഫോർ ദെയർ ഇൻക്ലൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. എങ്ങനെയാണ് ഭാഷയെ നമുക്ക് നിലനിർത്താൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി ത്രൂ എഡ്യൂക്കേഷണൽ സിസ്റ്റം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ മാത്രമേ നമുക്ക് ഭാഷയെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റോൾ ഓഫ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ. ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം വലിയ റോൾ ഇതിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇംപ്രൂവിംഗ് എഡ്യൂക്കേഷണൽ ആക്സസ് ആൻഡ് ക്വാളിറ്റി ആൻഡ് റെക്കമെൻഡഡ് ഇൻ ദ യൂസ് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യണമെന്ന് റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. സപ്ലിമെന്റ് ടു ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിൽ നിന്ന് സപ്ലിമെന്റ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വേണം. ഇനി ആലോചിച്ച് 1966 ഈ പറയുന്ന സ്വഭാവത്തിലൊക്കെയുള്ള റെക്കമെൻഡേഷൻ വരുന്നത്. അതിനാവശ്യമായിട്ടുള്ള സംഗതി ഉണ്ടാകും. ഏഴാമത്തെ അഡൽട്ട് എഡ്യൂക്കേഷൻ ആണ്. അഡൽട്ട് എഡ്യൂക്കേഷൻ എന്താണ്? കമ്മീഷൻ ഹൈലൈറ്റഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ അഡ്രസിംഗ് ഇല്ലിറ്ററസി. അതായത് ഒരുപാട് ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇലിറ്ററേറ്റ് ആയി പോവുകയും അവർക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സംഗതികൾ കിട്ടാതായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അഡൽട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് സംവിധാനം ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കോത്താരി കമ്മീഷൻ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിവേഴ്സലൈസേഷൻ ഓഫ് ലാംഗ്വേജ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ 3 ലാംഗ്വേജ് സിസ്റ്റം ഒക്കെ കോത്താരി കമ്മീഷൻ പ്രധാനമായിട്ടും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഏരിയ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഏരിയകളൊക്കെ വെച്ചുകൊണ്ട് കമ്മീഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവണം. ആ ധാരണ ഒക്കെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ് എന്നതുകൂടി അതിൽ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനി ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പിനെ കുറിച്ച് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. 10 days ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് 16-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് UGC നെറ്റ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് വിവിധ ഏരിയകൾ, വിവിധ ടോപ്പിക്കുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 7025000000 എന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏപ്രിൽ 16 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈവായിട്ട് നിങ്ങൾക്ക് ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാം. പേപ്പറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ദൂരീകരിക്കാനുള്ള അവസരം ഉണ്ടാവും എന്നതാണ്. സോ UGC നെറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ PEPP ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ആപ്പ് ആക്സസ് ക്യാമ്പയിൻ കൂടെ നടക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.